ഹലോ ഡിയർ. അപ്പം നമ്മൾ ഇവിടെ റൂട്ട് 2ൻ്റെ റൂട്ട് 3യുടെയും വാല്യൂ പഠിച്ചു. അതുപോലെ തന്നെ ഏതൊരു ട്രയാങ്കിളിൻ്റെയും പാദവും ലംബവും തന്നാൽ കർണം കാണുന്നത് അല്ലേ, നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് അല്ലേ, ബേസും ഹൈറ്റും അഥവാ ആൾട്ടിറ്റ്യൂഡും തന്നാൽ ഹൈപ്പോട്ടന്യൂസ് കാണാൻ നമ്മൾ പഠിച്ചു. പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്കറിയാം. ഓക്കെ, ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടെ നമ്മുടെ റൂട്ട് വരുന്ന കേസിൽ, അതായത് ഇവിടെ നമുക്കറിയാം 2 റൂട്ട്സ്, അതിൻ്റെ തിയറം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ 2 സൈഡുകൾ, പാദവും ലംബവും, അതായത് ഈ ഒരു ബേസും ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് അല്ലേ, പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ്, അതും റൂട്ടിലാണ് തന്നതെങ്കിൽ, റൂട്ട് എക്സ് റൂട്ട് വൈ ആണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഈ ഒരു തിയറി യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് പറയാം, ഇവിടെ റൂട്ട് 2ഉം ഇവിടെ 1ഉം ആണ് തന്നതെങ്കിൽ റൂട്ട് 1 എന്നുള്ളത് റൂട്ട് 1 = 1 തന്നെയാണ് അല്ലേ. അപ്പോൾ റൂട്ട് 2ഉം 1ഉം തന്നാൽ നമുക്കത് പറയാൻ പറ്റും റൂട്ട് 2ഉം റൂട്ട് 1ഉം ആണ് സൈഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 2 + 1 അല്ലേ, 2 + 1 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യനും നമുക്കതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഏത് 2 പാദവും ലംബവും, അതായത് ബേസും ആൾട്ടിറ്റ്യൂഡും നമുക്ക് റൂട്ടിലാണ് തന്നതെങ്കിൽ, അതായത് ഇവിടെ റൂട്ട് 5 ആൻഡ് റൂട്ട് 8 ഇങ്ങനെയാണ് തന്നെങ്കിൽ നമുക്ക് പറയാം റൂട്ട് ഓഫ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്തായിരിക്കും? റൂട്ട് ഓഫ് 5 + 8, അതായത് റൂട്ട് ഓഫ് 13. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റെഡി? ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക്. അതായത് നമുക്ക് ഈ ഒരു സൈഡ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം, അതുപോലെ ഇതിലേതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ സൈഡും തന്നാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് തിരിച്ച് അത് പ്ലസ് ഉള്ളത് മൈനസ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് തന്നു റൂട്ട് ഓഫ് 11 എന്ന്, ഇവിടെ റൂട്ട് ഓഫ് 9 എന്ന് തന്നാൽ നമുക്ക് ബേസ് കാണണം. അപ്പം നമുക്ക് പറയാം എന്താണ് റൂട്ട് ഓഫ് ബേസായിട്ട് വരുന്നത് റൂട്ട് ഓഫ് 11 - 9 = 11 - 9 റൂട്ട് 2 ഉണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ട്രയാങ്കിൾ ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക, നമ്മളെടുത്ത് പറയും ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയറൊക്കെ തന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ വികർണം, കണ്ടോ, ചതുരത്തിൻ്റെ വികർണം ആണ് ഇത് അല്ലേ, അതായത് ഡയഗണൽ. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ, ഇത് സ്ക്വയർ ആണെങ്കിൽ നമ്മളോട് പറയും ഈ ഒരു ഡയഗണൽ നമ്മളെടുത്ത് തരികയാണ് റൂട്ട് 7. അപ്പോൾ ഈ ഒരു ഡയഗണൽ റൂട്ട് 7 ആണെങ്കിൽ ഈ 2 സൈഡും എന്ത്? അപ്പോൾ നമുക്കറിയാം സ്ക്വയറാണ്, ഓൾറെഡി സ്ക്വയറിൻ്റെ സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് റൂട്ട് 7 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളടുത്ത് ചോദിക്കാം. ഏരിയ തന്നിട്ട് ഈ 2 സൈഡ് സിമ്പിളാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏരിയ 7 ആണെങ്കിൽ സൈഡ് റൂട്ട് 7 വരും അല്ലേ. പിന്നെ നമ്മളടുത്ത് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് വികരണമാണ്, അതായത് ഡയഗണലാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഡയഗണൽ 4 ആണെങ്കിൽ ഈ 2 സൈഡ് എന്ത്, അല്ലെങ്കിൽ ഒരു സൈഡ്, ആ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്തെന്ന് ചോദിക്കും. അപ്പോൾ 4 നമുക്ക് ഓൾറെഡി അറിയാം, ഡയഗണൽ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ 4നെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 16 ആയിട്ട് എഴുതാം അല്ലേ, റൂട്ടിൽ എഴുതാം. 4 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 16 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് ഓഫ് 16 ആണെങ്കിൽ ഇത് ഈക്വൽ ആണ്. അപ്പോൾ ഈക്വലായിട്ട് 16 നമുക്ക് എങ്ങനെ എടുക്കാം?
ഈക്വൽ ടു √8 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വൺ സൈഡ് എന്തായിരിക്കും? √8, ഇതും √8. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി? √8 + 8 √16 ക്ലിയർ ആയോ? അപ്പോൾ നേരെ തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാം. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് ചിന്തിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ സ്ക്വയർ തന്നിട്ട് അതിൻ്റെ വികരണം ചോദിച്ചാലും അതല്ല, സ്ക്വയർ ഇല്ലാതെ നമ്മുടെ ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നാലും നമുക്കതിൻ്റെ സൈഡ്സൊക്കെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ റൂട്ട്സ് ആയിട്ടുള്ള സൈഡ് മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. റൂട്ട്സ് ആയിട്ടുള്ള സൈഡ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് അതിൻ്റെ സമ്മായിരിക്കും. റൂട്ടിൻ്റെ ഉള്ളിലാണ് സം എഴുതേണ്ടത്. ഓക്കെ. നേരെ തിരിച്ച് ഇത് 2 തന്നതെങ്കിൽ ഇതതിൻ്റെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ.